ഹലോ ഓൾ, വെൽക്കം ടു ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സ്. നമ്മുടെ തേർഡ് സെമസ്റ്ററിലെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് മെഷീനറി എന്ന് പറയുന്ന സബ്ജക്റ്റാണ് ഇവിടെ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. എൻ്റെ പേര് ഫസലുദ്ദീൻ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇയറിൽ ഒക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഒരു സീനിയർ മോസ്റ്റ് അങ്ങനെ സെക്കൻഡ് ഇയർ എന്ന് പറയുമ്പോൾ ഒരു സീനിയർ കാറ്റഗറീസ് ആക്കി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ, അല്ലേ? പൊതുവെയുള്ള സംഭവിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, സെക്കൻഡ് ഇയർ എത്തുന്നതോടുകൂടി പലരും പഠിത്തം വേറൊരു ട്രാക്കിലേക്ക് പോകും. വേറെ ട്രാക്കിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ട്രാക്കിലേക്ക് പോകും, പഠിത്തം അവിടെ ഉണ്ടാവും. പഠിത്തം അവിടെ നിന്ന് അങ്ങോട്ട് മൊത്തം ഡിസാസ്റ്റർ ആവുന്ന കേസുകൾ പലപ്പോഴും കാണും, പ്രത്യേകിച്ച് S3 S4. അപ്പോൾ ഞാൻ ഈ പറയണത് എന്താ വെച്ചാൽ, നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും കോറായിട്ടുള്ള സബ്ജക്ട്സ് വരുന്ന സെമസ്റ്ററാണ് S3 S4 S5. ഓക്കെ, ഈ സെമസ്റ്റേഴ്സിൽ പഠിക്കുന്ന സബ്ജക്റ്റാണ് പല കോമ്പറ്റീറ്റീവ് എക്സാംസിനും നമുക്ക് വരാറുള്ളത്. അങ്ങനെ കോമ്പറ്റീറ്റീവ് എക്സാംസിൽ ഉറപ്പായിട്ട് വരുന്ന ഒരു സബ്ജക്റ്റാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് മെഷീനറി എന്ന് പറയുന്നത്. നിങ്ങൾ മെക്കാനിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് കോമ്പറ്റീറ്റീവ് എക്സാം എടുത്തോ, ഗേറ്റ് എക്സാമോ അല്ലെങ്കിൽ കേരള PSC എക്സാംസോ അല്ലെങ്കിൽ ഏതെങ്കിലും PSUs നടത്തുന്ന ഇന്റേണലി നടത്തുന്ന എക്സാം ഏതെടുത്തോ, അവിടെ ഉറപ്പായിട്ടും ഒരു സിലബസ് എന്ന് പറയുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് മെഷീനറി ഉണ്ടായിരിക്കും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് നിങ്ങളുടെ ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സിൽ റെഗുലർ ക്ലാസ് ജോയിൻ ചെയ്ത നിങ്ങൾ മറ്റുള്ള സ്റ്റുഡൻസിനെ പോലെ ആവരുത്. നിങ്ങൾ ഇതിനെ തറവാക്കിയിട്ട് നല്ല ശ്രദ്ധയോടുകൂടിയും ഗൗരവത്തോടും കൂടി എടുക്കേണ്ട ഒരു സബ്ജക്റ്റാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്നത് ആൻഡ് മെഷീനറി എന്ന് പറയുന്ന ഈ സബ്ജക്റ്റ്. ഇതൊരു 50-50 ആണ്. അതായത് തിയറി പാർട്ട് 50% നമ്മൾ അറിഞ്ഞിരിക്കണം. 50% അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ 50% തിയറി ആയിരിക്കും, 50% ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആയിരിക്കും. രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് ഈ സബ്ജക്റ്റ്. ഇപ്പം ചില സബ്ജക്റ്റുകൾ ഉണ്ടാവും അതിൽ തിയറിയാണ് കൂടുതൽ, പ്രോബ്ലംസ് കുറവാണ്. വേറെ ചില സബ്ജക്ട്സുകൾ പ്രോബ്ലംസ് ആണ് കൂടുതൽ, ന്യൂമറിക്കൽ പ്രോബ്ലംസ് കൂടുതൽ, തിയറി പക്ഷെ കുറവാണ്. പക്ഷെ ഇവിടെ 50-50 എന്നുള്ള അർത്ഥത്തിൽ പറയേണ്ടി വരും. കാരണം തിയറി പഠിച്ചില്ലെങ്കിൽ തോറ്റിരിക്കും, പ്രോബ്ലംസ് ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിൽ അപ്പോഴും തോറ്റിരിക്കും. അങ്ങനത്തെ ഒരു സബ്ജക്റ്റാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് മെഷീനറി. പക്ഷെ നല്ല രസകരമായ സബ്ജക്റ്റാണ്. നല്ല രസത്തിൽ കുറേ പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഇൻട്രസ്റ്റിങ്ങോട് കൂടി ഇരുന്ന് ക്ലാസ് കേട്ടാൽ വളരെ രസകരമായിട്ട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് നമ്മളിവിടെ ഈ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് മെഷീനറി. അപ്പോൾ എന്താണ് നമ്മുടെ ഈ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് മെഷീനറി അല്ലെങ്കിൽ ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ എന്നുള്ള അർത്ഥത്തിൽ നമ്മളൊന്ന് പറഞ്ഞു പോവാണ്. ഈ സബ്ജക്റ്റിൻ്റെ കോഴ്സ് PCMET 303 എന്നതാണ്. മറ്റേ സിവിലുകാർക്ക് ഇതേ സമയം സിവിലുകാർക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റ് അവർക്കുണ്ട്. PCCET 303. അവർക്ക് മെഷീനറി പാർട്ടില്ല. നിങ്ങൾക്ക് ഈ മെഷീനറിയാണ് 4ാമത്തെ മൊഡ്യൂളിൽ കംപ്ലീറ്റ്. അവർക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സ് മാത്രമേ ഉള്ളൂ. ഇന്റേണൽ മാർക്സ് 40 മാർക്കാണ് ഇന്റേണൽ മാർക്സ് ഉണ്ടാവുക. യൂണിവേഴ്സിറ്റി മാർക്ക് ഉണ്ടാവുക 60 മാർക്കിനാണ്. അങ്ങനെ 60ഉം 40ഉം കൂട്ടിയാൽ ടോട്ടൽ ഈ സബ്ജക്റ്റിൻ്റെ മാർക്ക് 100 ആണ്. ഓക്കെ, ആഴ്ചയിൽ 4 പീരീഡ് വേണം ക്ലാസ്, മിനിമം 4 മതിയാവില്ല. ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ പോർഷൻ തീർന്നെന്നുണ്ടെങ്കിൽ 4 കൊണ്ടൊന്നും എന്ത് ചെയ്യില്ല, മതിയാവില്ല. ഈ സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് കാണിക്കാനാണ് ഈ ക്രെഡിറ്റ്സ്. നോക്കിയേ, 4 ക്രെഡിറ്റ്. നിങ്ങൾക്ക് ഇതിൻ്റെ SGPA കാൽക്കുലേഷനൊക്കെ അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ? അപ്പോൾ ക്രെഡിറ്റ്സ് കൂടിയ സബ്ജക്റ്റുകൾ നിങ്ങളുടെ SGPA കൂട്ടും. അതായത് 4 ക്രെഡിറ്റ് കിട്ടുന്ന ഈ സബ്ജക്റ്റിൽ ഇപ്പോൾ B ഗ്രേഡ് ഉള്ളത് A ഗ്രേഡ് ആണെങ്കിൽ നിങ്ങളുടെ SGPA വളരെ നന്നായിട്ട് മാറും. മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഓരോ ഗ്രേഡിൻ്റെ വാല്യൂസ്. അപ്പോൾ ക്രെഡിറ്റ്സ് 4 നല്ല ഇമ്പോർട്ടൻ്റ് ആണ് ഈ സബ്ജക്റ്റ്. യൂണിവേഴ്സിറ്റി എക്സാം 2.5 മണിക്കൂറാണ്. പ്രീ റെക്വസിറ്റ്, അതായത് ഈ സബ്ജക്റ്റ് പഠിക്കണമെങ്കിൽ മുന്നേ ഏതെങ്കിലും സബ്ജക്റ്റ് അറിയണം എന്നുണ്ടോ, നൺ എന്നാണ് സിലബസ് പറയണത്. എന്നാലും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് കുറച്ച് അറിയുമെങ്കിൽ നല്ലതാണ്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ കുറച്ച് ഏരിയകൾ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിലും പ്രശ്നമല്ല, ഞാനത് ക്ലാസ് എടുക്കുമ്പോൾ അതിൻ്റെ ബേസിക്സും പറഞ്ഞിട്ട് തന്നെ പോവാം. അത് നിങ്ങൾക്ക് ഇപ്പം അറിയില്ലെങ്കിൽ അപ്പം പഠിച്ചു പോയാലും മതി, നോ പ്രോബ്ലം. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് അറിയാമെങ്കിൽ അത് പെട്ടെന്ന് കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് പോകും, അത്ര മാത്രമേ ഉള്ളൂ. ഇനി അറിഞ്ഞില്ലെങ്കിൽ എന്തെയില്ല, പേടിക്കേണ്ട, നമ്മൾ അതൊക്കെ എടുത്തിട്ട് തന്നെ ക്ലാസ്സിൽ പോകും. കോഴ്സ് ടൈപ്പ് തിയറിയാണ്. നിങ്ങൾക്കറിയാം, തിയറി കണ്ടന്റ് ഉണ്ട്, അതിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമുക്കിതിൽ വരുന്നുണ്ട്.
ഓക്കെ, ഇനി ഇതിൽ സബ്ജക്റ്റ് പാസ്സാവണ കേസ് നിങ്ങൾക്ക് അറിയാലോ. ഞാൻ നിങ്ങൾക്ക് മറ്റുള്ള S1-ലും S2-ലും ഉള്ള പോലെ തന്നെയാണ്. അതായത് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ടാവുക 60 മാർക്കിനാണ്. ഓക്കെ, ഇൻറ്റേർണൽ എക്സാം ഉണ്ടാവുക 40 മാർക്കിനാണ്. അങ്ങനെ മൊത്തം 100 മാർക്കിനാണ്. നിങ്ങൾക്ക് പാസ്സാവണമെങ്കിൽ 100-ൽ 50 കിട്ടണം. മാത്രമല്ല 60 യൂണിവേഴ്സിറ്റി എക്സാമിൽ 60-ൽ 24 കിട്ടണം. ഈ 2 കണ്ടീഷനും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പേപ്പർ പാസ്സാവുള്ളൂ. ഇവിടെ 24 പകരം 23 കിട്ടിയോ, നിങ്ങൾ പേപ്പർ ഫെയിൽഡ് ആണ്. ഇവിടെ 50ക്ക് പകരം നിങ്ങൾക്ക് 49 ആണോ കിട്ടിയത്, അപ്പോഴും നിങ്ങൾ പേപ്പർ ഫെയിൽഡ് ആണ്. ഇന്റേണൽ മാർക്സ് ഇപ്പം ഇവിടെ 24 ആണ്. അപ്പോൾ ഏറ്റവും സേഫ് ആയി കിട്ടണമെങ്കിൽ 26 ആണ് ഏറ്റവും സേഫ് മാർക്ക്. സോ 26 + 24 വിൽ ഗിവ് യു 50 ആ അർത്ഥത്തിൽ. ഓക്കെ, അതായത് യൂണിവേഴ്സിറ്റിക്ക് ഏറ്റവും നിങ്ങൾക്ക് മിനിമം മാർക്കാണ് കിട്ടണമെങ്കിൽ ഇന്റേണൽ 26 വേണം. ഇന്റേണൽ 25 ആണെങ്കിൽ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് 25 വേണം. ഇന്റേണൽ 23 ആണെങ്കിൽ അതിനനുസരിച്ച് ഇവിടെ മാർക്ക് കൂടി വരണം. ക്ലിയർ ആവുന്നുണ്ടോ? ഈ കണ്ടീഷനും കൂടെ രണ്ടും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ പേപ്പർ പാസ്സാവൂ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പലവരും അത് ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഇന്റേണൽ മാർക്സ് ശ്രദ്ധിക്കുക. നിങ്ങളുടെ എക്സ്റ്റേണലിനെ ഹെൽപ്പ് കുറവാണെങ്കിൽ അത്ര ഇന്റേണൽസ് വേണ്ടി വരും. സോ ഒരിക്കലും ഇന്റേണൽസ് ഈ 26ലേക്ക് നിങ്ങൾ എയിം ചെയ്യരുത്. നിങ്ങൾ എപ്പോഴും ഇന്റേണൽസ് 35 ആൻഡ് എബവ്, ഔട്ട് ഓഫ് 40-ൽ 35 ആൻഡ് എബവിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. ആ ഇന്റേണൽസ് ഔട്ട് ഓഫ് 40 കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുമില്ല. എവിടെ അതിൻ്റെ മാർക്ക് സ്കീം ഞാൻ ഇതിൽ കീപ്പ് ചെയ്തിട്ടില്ലേ? ആ ഇന്റേണൽസിന്റെ 40യുടെ മാർക്ക് സ്കീമാണ് ഈ കാണുന്നത്. നോക്കി, അറ്റൻഡൻസ് 5 മാർക്ക്. അറ്റൻഡൻസ് 5 മാർക്ക് പറഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾ 90% ആൻഡ് എബവ് അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 5 മാർക്ക് കിട്ടും. ചില ടീച്ചേഴ്സ് ചിലപ്പോൾ 95 കീപ്പ് ചെയ്യാറുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ യൂണിവേഴ്സിറ്റി തന്നെ ഒരു റെഗുലേഷൻ ഇറക്കിയിട്ടുണ്ട്. 90% ആണെന്ന് എൻ്റെ ഓർമ്മ. 90 ആൻഡ് എബവ് ആണെങ്കിൽ 5 മാർക്കാണ്. 85 ആൻഡ് എബവ് ആണെങ്കിൽ 4 മാർക്കാണ്. 80 ആൻഡ് എബവ് 3. അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഇട്ടുണ്ട്. അത് കാറ്റഗറൈസേഷൻ എങ്ങനെയെന്ന് കറക്റ്റ് അറിയില്ല. നിങ്ങൾ നിങ്ങളുടെ റെസ്പെക്റ്റീവ് ടീച്ചേഴ്സിനോടൊന്ന് ചോദിച്ചു നോക്കിക്കൊള്ളൂ. കാരണം ചില ടീച്ചേഴ്സ് 90 വേണ്ട, ഒരു 85 ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 9 കൊടുക്കാം. അവർ ഇന്റേണലി മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ വെറുതെ ഒന്ന് ടീച്ചറോട് ചോദിക്കൊണ്ട്, മിസ്സേ അല്ലെങ്കിൽ സാറേ, നമുക്ക് ഇവിടെ ഈ 5 മാർക്ക് കംപ്ലീറ്റ് കിട്ടാൻ ഞാൻ എത്രയാണ് അറ്റൻഡൻസ് വേണ്ടി വരിക? ചില ആൾക്കാർക്ക് ആ ചോദ്യം ഇഷ്ടപ്പെടില്ല. കാരണം അപ്പോൾ അവന് 5 കിട്ടിക്കഴിഞ്ഞാൽ 90% ഇരുന്ന് കഴിഞ്ഞാൽ അവൻ പിന്നെ ക്ലാസ് കയറാതിരിക്കും എന്നൊക്കെയുള്ള ആംഗിൾ കാണും. അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് വേണമെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുക. പിന്നുള്ളത് അസൈൻമെൻറ്റിൻ്റെ 15 മാർക്കാണ്. മൈക്രോ പ്രൊജക്റ്റ് എന്ന് പറയാറുണ്ട്, പക്ഷെ പല കോളേജിലും മൈക്രോ പ്രൊജക്റ്റുകൾ അങ്ങനെ കൊടുക്കാറില്ല. അസൈൻമെൻ്റ് ആണ് കൊടുക്കാറ്. അസൈൻമെൻറ്റ് നിങ്ങൾ വൃത്തിക്കും ടൈമിനും കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ 15 മാർക്ക് കൂളായിട്ട് കിട്ടും. പിന്നുള്ളത് സീരീസ് എക്സാമാണ്, 20 മാർക്കാണ്. അങ്ങനെ 20ഉം 15ഉം 5ഉം കൂടെ കൂട്ടി 40 മാർക്ക്. ഈ 40-ലെ 35 മാർക്ക് ഇവിടെ ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് കംപ്ലീറ്റ് നേടിയെടുക്കാം. ഈ 5 മാർക്ക് അറ്റൻഡൻസ് ആണ്. അത് ഞാൻ ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സിൽ ക്ലാസ് എടുത്തിരിക്കണം, അതുകൊണ്ട് ഞാൻ കോളേജിലെ ക്ലാസ്സിൽ പോകുന്നില്ല എന്ന് പറഞ്ഞിരുന്നാൽ ഈ 5 മാർക്ക് നിങ്ങൾക്ക് പോകും. അതിൽ ശ്രദ്ധിക്കേണ്ടത് 75% മിനിമം ഇന്റേണൽ അറ്റൻഡൻസ് എങ്കിലും വേണം, എന്നാലേ പരീക്ഷ എഴുതാൻ പറ്റൂ. ആ കാര്യം നിങ്ങൾ മറക്കരുത്. അപ്പോൾ 75 ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ 1-2 മാർക്ക് എന്തായാലും കിട്ടും. അപ്പോൾ നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ ഇവിടുത്തെ ഈ 5 മാക്സിമം എടുക്കാൻ നിൽക്കുക. മാക്സിമം ഈ 40/40 തന്നെ മേടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി പേപ്പർ ഇത്തിരി ടൈറ്റ് ആയാലും നിങ്ങൾക്ക് നല്ല ഗ്രേഡ് കിട്ടും. ഓക്കെ, മറ്റേ നിങ്ങളിവിടെ ഇന്റേണൽ തട്ടിമുട്ടി 26, 27 കിട്ടിയുള്ളൂ. യൂണിവേഴ്സിറ്റിയും ടൈറ്റ് ആയിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ. നിങ്ങളുടെ ഗ്രേഡ് C-യും D+ ഒക്കെ ആയിട്ട് മാറും. അപ്പോൾ നിങ്ങളുടെ ഓവറോൾ നിങ്ങളുടെ SGPA ബാധിക്കും. അപ്പോൾ നിങ്ങൾ ഇന്റേണൽസ് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. ഓക്കെ, ഇനി എന്താണ് ഈ സബ്ജക്റ്റിൻ്റെ ഉദ്ദേശം? ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് മെഷീനറി എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, നോക്കിയേ, ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ ബേസിക് നോളേജുകൾ നമ്മൾ പഠിക്കുക. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ്, ഗ്യാസ്. ഇതിൻ്റെ മെക്കാനിക്സ് ആണ്. അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, വെലോസിറ്റി, അതിലുണ്ടാകുന്ന ആക്സിലറേഷൻ,
ഇത്യാദി കാര്യങ്ങളാണ്. ഇതിൻ്റെ സോളിഡിൻ്റെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് നിങ്ങൾ എനിക്ക് തോന്നുന്നു S2 പഠിച്ചിട്ടുണ്ട്, മോസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സോളിഡിൻ്റെ മെക്കാനിക്സ് നിങ്ങൾ അവിടെ ഓൾറെഡി പഠിച്ചു. ഇവിടെ പഠിക്കാൻ പോകുന്നത് ഫ്ലൂയിഡിൻ്റെ മെക്കാനിക്സ് ആണ്. അപ്പോൾ സോളിഡും ഫ്ലൂയിഡും കൂട്ടി ടോട്ടലായിട്ട് എന്തായി, ഫുൾ മാറ്റർ ആയി. ക്ലിയർ? അപ്പോൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേസിക് ഫണ്ടമെൻ്റൽ നോളേജ് ഓഫ് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് അതിൻ്റെ ആപ്ലിക്കേഷൻസുകൾ എവിടെയൊക്കെയാണ്. ഈ കോഴ്സിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന്. പിന്നെ രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ടർബോ മെഷീനറീസിനേറ്റ് അതിൻ്റെ ഒരു പഠനം. ടർബോ മെഷീനറി എന്ന് പറഞ്ഞാൽ ടർബൈന്, പമ്പ് ഇത്യാദി കാര്യങ്ങളുടെ ഡിസൈനുകൾ എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എന്താ, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ എന്ത് ചെയ്യുന്നത്, പഠിക്കണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഒരു എഞ്ചിനീയറിംഗ് ലെവൽ, ഒരു എഞ്ചിനീയർ എന്നുള്ള ലെവലിൽ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നമുക്ക് കുറച്ചും കൂടെ അവിടെ ഉപയോഗിക്കേണ്ടി വരും. ഇതൊക്കെയാണ് ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് നമ്മുടെ സബ്ജക്റ്റുമായി മെയിൻ ഉദ്ദേശം. അപ്പോൾ ഈ ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിക്കുന്നതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? നമുക്കറിയാം എവിടെയൊക്കെ നമുക്ക് ഇൻഡസ്ട്രികളുണ്ടോ അവിടെയൊക്കെ നമുക്ക് പല രീതിയിലുള്ള ഫ്ലൂയിഡ്സ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഒരു ക്യാരിങ് മീഡിയമായിട്ടോ അല്ലെങ്കിൽ ഒരു ലൂബ്രിക്കേറ്റിംഗ് മീഡിയമായിട്ടോ. അതായത് ഇനിയിപ്പോൾ ടർബൈൻസ് യൂസ് ചെയ്ത് ടർബൈനിൽ നമുക്ക് എവിടെന്നെങ്കിലും നമുക്ക് ഫ്ലൂയിഡ്സ് യൂസ് ചെയ്യേണ്ടി വരും. പമ്പുണ്ടോ അവിടെ യൂസ് ചെയ്യും. അതായത് ഏത് മെക്കാനിക്കൽ ഡിസൈൻസ് എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ സിസ്റ്റം എടുത്തു കഴിഞ്ഞാലും അവിടെയൊക്കെ നമുക്ക് ഫ്ലൂയിഡിൻ്റെ ചിലപ്പോൾ വർക്കിംഗ് വരും. അത് ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ലിക്വിഡ് എന്നുള്ള അർത്ഥത്തിൽ മാത്രമാകരുത്. അത് സ്റ്റീം ആവാം, അത് എയർ ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗ്യാസസ് ആവാം. പല പ്ലാന്റുകളുണ്ട്, പല പവർ പ്ലാന്റ്സുകളുണ്ട്, അവിടെയൊക്കെ പല രീതിയിലുള്ള ഫ്ലൂയിഡ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ആപ്ലിക്കേഷൻ അവിടെ ഏതൊക്കെ ഉപയോഗിക്കാൻ പറ്റും, ഏത് ടൈപ്പ് ഉപയോഗിക്കാൻ പറ്റും, ആ ഫ്ലൂയിഡിൻ്റെ ഒക്കെ പലവിധ പ്രോപ്പർട്ടീസുകളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ കുറേ ടൈപ്പ് ഫ്ലൂയിഡ്സുകളെ കുറിച്ച് നമ്മൾ പഠിക്കും. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് എവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ഒരു ചെറിയൊരു ഐഡിയ നമുക്ക് കിട്ടും. ഇനി സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം സിവിലിൻ്റെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനാണ് അവിടെ ഡാമിൻ്റെ കൺസ്ട്രക്ഷനും ബ്രിഡ്ജസിൻ്റെ കൺസ്ട്രക്ഷനും. അപ്പോൾ ഇവർ ഡാമൊക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഡാമൊക്കെ അറിയാം, നമ്മൾ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്ന നേരത്ത് വെള്ളം തടഞ്ഞു വെക്കുക ചെയ്യാം അല്ലേ. അപ്പോൾ ഈ വെള്ളം നമുക്ക് തരുന്നൊരു ഫോഴ്സ് ഉണ്ട്, അപാരമായ ഫോഴ്സാണ് വെള്ളത്തിൻ്റെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ ഊഹിക്കുന്നതിന് അപ്പുറമാണ്, ഭയങ്കര ഫോഴ്സാണ് വെള്ളത്തിൻ്റെ ഫോഴ്സ്. അപ്പോൾ ഇങ്ങനെ ഡാമിൽ നമ്മൾ വെള്ളം കെട്ടി നിർത്തുമ്പോൾ അതിഭീകരമായ ഫോഴ്സാണ് അവിടെ വേണ്ടത്. അപ്പോൾ അത്രയും ഫോഴ്സിനെ തടയാൻ ഞാൻ എത്ര തിക്നെസ്സിൽ അവിടെ ആ കോൺക്രീറ്റ് ഒക്കെ വെച്ചിട്ട് ആ വാൾ ഉണ്ടാക്കണം, അതിൻ്റെ ഹൈറ്റ് എത്ര വേണം, അതിൻ്റെ ബേസ്മെൻറ്റ് എത്ര സൈസിൽ വേണം, ഇങ്ങനത്തെ പല കാര്യങ്ങൾ. അപ്പോൾ ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എത്രയായിരിക്കും, അത് ഏത് പോയിന്റിലാണ്, എവിടെയാണ് കൂടുതൽ ഫോഴ്സ് ആക്ട് ചെയ്യണത്, ഇങ്ങനത്തെ കാര്യം. അപ്പോൾ ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ പാലം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ താഴേക്ക് നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ ഒക്കെ നമ്മൾ വല്ല സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കാനുള്ള ഫോഴ്സ് എത്ര വേണം, എത്ര അതിന് വെയിറ്റ് വേണം, അതിൻ്റെ മെറ്റീരിയൽ ക്വാണ്ടിറ്റി എത്ര വേണം, ഇങ്ങനത്തെ ഒക്കെ കാൽക്കുലേഷൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും ഈ സബ്ജക്റ്റ്. ഓക്കെ. പിന്നെ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്പേസ് കൂടെ പോകുമ്പോൾ എയർ കൂടെ പോകുന്നിടത്ത് പല വിധത്തിലെ ഗ്യാസസിൻ്റെ വർക്കിങ്സും എയർ തന്നെയും അതിനെ റെസ്റ്റ് ചെയ്ത് പോകുന്ന പല കാര്യങ്ങളൊക്കെ ആ എയറിൻ്റെ പല പ്രോപ്പർട്ടീസും മെക്കാനിക്സ് നമ്മൾ പഠിക്കുക ഈ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ്. അപ്പോൾ പല ഏരിയകളിലുണ്ട്. ഞാൻ ജസ്റ്റ് 2-3 ഓവറോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ തന്നെ ഏത് ജനറൽ ആപ്ലിക്കേഷൻ ആലോചിച്ച് നോക്കിയൊക്കെ അവിടെ ഒക്കെ ഏതെങ്കിലും ഫ്ലൂയിഡ്, ലിക്വിഡ് അല്ലെങ്കിൽ ഗ്യാസസ് ആയിട്ട് ഏതെങ്കിലും ഒരു ഫ്ലൂയിഡ് അവിടെ പ്രസൻറ്റ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒക്കെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കണം. അതിൻ്റെ കുറേ ലൈക്ക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എങ്ങനെ കാണുക, ഇക്വേഷൻസ്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ നമ്മൾ അറിയിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന സബ്ജക്റ്റാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്ന ഈ സബ്ജക്റ്റ്. പിന്നെ നമുക്ക് ആഡ് ഓൺ ആയിട്ട് മെഷീനറിയും കൂടെ അതിൽ വരുന്നുണ്ട്. അതിൽ പമ്പുകളും ടർബൈനുകളും അതിൻ്റെ ഡിസൈനിങ്ങുകളും അതിൻ്റെ ഫീച്ചേഴ്സുകളൊക്കെയാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ ഈ സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് സിലബസ് ഓടിച്ചു പോകാം. മൊഡ്യൂൾ 1 ഏറ്റവും പ്രീറെക്വിസിറ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ്. ഫ്ലൂയിഡിൻ്റെ പല വിധത്തിലുള്ള പ്രോപ്പർട്ടീസുകളുണ്ട്. ഒരു 8 പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ പഠിക്കും. അതിൽ പെടുന്നതാണ് സ്പെസിഫിക് ഗ്രാവിറ്റി, സ്പെസിഫിക് വെയിറ്റ്, സ്പെസിഫിക് വോളിയം, ഡൈനാമിക് ആൻഡ് കൈനമാറ്റിക് വിസ്കോസിറ്റി. ഞാൻ ക്ലാസ്സിൽ പല പ്രോപ്പർട്ടീസ് എടുക്കുന്നുണ്ട്. പക്ഷെ ഇവർ ഇവിടെ സിലബസിൽ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള ഈ പ്രോപ്പർട്ടീസ് ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ. വേറെയും കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. സർഫസ് ടെൻഷൻ, കാപ്പിലാരിറ്റി, ബൾക്ക് മോഡുലസ്, കംപ്രസിബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇനിയും ഉണ്ട്. പിന്നെ ഈ മൊഡ്യൂളിൽ നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് ഇൻട്രൊഡക്ഷൻ ടു ഫ്ലൂയിഡ് മെക്കാനിക്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്സ് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി,
പിന്നെ പ്രഷർ മെഷർമെൻ്റ് ഉണ്ട്, മാനോമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള പ്രഷർ മെഷർമെൻറ്റ്, പല ടൈപ്പിലുള്ള മാനോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ പ്രഷർ എന്താണ്, പ്രഷർ ഹെഡ് എന്താണ്, ഇതൊക്കെ നമ്മൾ പഠിക്കും. പിന്നെ പഠിക്കാനുള്ളത് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് ആണ്. ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ മോഷൻ ഇല്ലാത്ത ഫ്ലൂയിഡിൻ്റെ പഠനം, അതാണ് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്. ഇപ്പം ഞാനൊരു കുളം എടുത്തു കഴിഞ്ഞാൽ ആ കുളത്തിൽ വെള്ളം അവിടെ സ്റ്റാഗ്നൻ്റ് ആണ്. ദോ അടിയിൽ കൂടെ ചെറിയ ഉറവൊക്കെ ഉണ്ടെങ്കിലും ഓവറോൾ നോക്കണ നേരത്ത് അതിന് മൂവ്മെൻ്റ് ഇല്ല. ഇപ്പം ഞാൻ കടലിലെയോ അല്ലെങ്കിൽ പുഴയിലെയോ വെള്ളം എടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, എപ്പോഴും മൂവ്മെൻ്റ് ഉണ്ട്. എന്നാൽ കുളത്തിലെ വെള്ളത്തിന് മൂവ്മെൻ്റ് ഉണ്ടോ? ഇല്ല. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് അവിടെ ആ വെള്ളത്തിൻ്റെ അനാലിസിസോ കാര്യങ്ങളോ നടത്തുമ്പോൾ ഞാൻ ആ ഒരു സയൻസിന് ഞാൻ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്നാണ് പറയാം. അതായത് അവിടെ ഫ്ലൂയിഡിന് എന്തില്ല, മൂവ്മെൻ്റ് ഇല്ല, ഫ്ലൂയിഡ് റെസ്റ്റിലാണ്. അങ്ങനെ ഫ്ലൂയിഡ് റെസ്റ്റിലാവുമ്പോഴുള്ള അനാലിസിസ് കാര്യങ്ങളാണ് നമ്മൾ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സിൽ പഠിക്കുക. അവിടെ എന്താണ് പുതിയ 2 റിലേഷൻ, ഡെൻസിറ്റി ഹൈറ്റ് റിലേഷൻഷിപ്പ്, ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ്, പിന്നെ ഇവിടെ ഒരു ഇതുണ്ട് പാസ്കൽസ് ലോ ഉണ്ട്. ഡെൻസിറ്റി ഹൈറ്റ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോസ്റ്റാറ്റിക് ലോ ഉണ്ട്. പിന്നെ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസ്, അതായത് ഇൻക്ലൈൻ സർഫസിലും നേരെയുള്ള സർഫസിലും ഹൊറിസോണ്ടൽ സർഫസിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ എന്താണ്, അതവിടെ പഠിക്കുന്നുണ്ട്. പിന്നെ ബോയൻസി ആൻഡ് മെറ്റാസെൻറ്റർ, എന്താണ് ബോയൻസി, എന്താണ് മെറ്റാസെൻറ്റർ എന്നീ കൺസെപ്റ്റുകളൊക്കെയാണ് നമ്മൾ മൊഡ്യൂൾ 1 പഠിക്കുന്നത്. വളരെ എളുപ്പമുള്ള മൊഡ്യൂളാണ്. ദോ കണ്ടന്റ് വൈസ് കുറേ ഉണ്ടെങ്കിലും കണ്ടന്റ് കുറേ ഉണ്ട്, പക്ഷെ പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, അടുത്തത് മൊഡ്യൂൾ നമ്പർ 2. മൊഡ്യൂൾ നമ്പർ 2 നമ്മൾ പഠിക്കുന്നത് ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് ഉണ്ട്, ഫ്ലൂയിഡ് ഡൈനാമിക്സ് ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് ആണെങ്കിൽ സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ ഫ്ലൂയിഡ് ഡൈനാമിക്സും പഠിക്കുന്നുണ്ട്, ഫ്ലൂയിഡ് കൈനമാറ്റിക്സും പഠിക്കുന്നുണ്ട്. എന്താ ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ? കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡിന്റെ പഠനം തന്നെയാണ്. എങ്ങനത്തെ ഫ്ലൂയിഡ്? മൂവ് ചെയ്യുന്ന ഫ്ലൂയിഡിന്റെ. നേരത്തെ നമ്മൾ ഫ്ലൂയിഡ് സ്റ്റാറ്റിക് പഠിച്ചു, അതിൽ മൂവ്മെന്റ് ഇല്ലാത്ത ഫ്ലൂയിഡിന്റെ പഠനമാണ്. ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് ഉള്ള ഫ്ലൂയിഡിന്റെ പഠനമാണ്. അപ്പൊ എന്താ ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ? ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്ന് പറഞ്ഞാലും മൂവ്മെന്റ് ഉള്ള ഫ്ലൂയിഡിന്റെ പഠനമാണ്. അപ്പൊ എന്താ ഇവർ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് ഉള്ള ഫ്ലൂയിഡിന്റെ പഠനമാണ്. പക്ഷേ ആ ഫ്ലൂയിഡ് മൂവ് ചെയ്യാൻ കാരണക്കാരായിട്ടുള്ള ഫോഴ്സുകൾ ആരൊക്കെയാണോ അതിനെക്കുറിച്ച് നമ്മൾ ബോധേഡേ അല്ല. ഫ്ലൂയിഡ് മൂവ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഫോഴ്സ് വേണം, അല്ലേ? ഇപ്പൊ ഞാൻ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം താഴേക്ക് വരാനുള്ള കാരണം എന്താ? ഗ്രാവിറ്റി ഫോഴ്സ് ഈസ് ആക്ടിങ് ഓൺ ഇറ്റ്, അല്ലേ? അപ്പോൾ ഒരു ഫ്ലൂയിഡ് മൂവ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു ഫോഴ്സ് അവിടെ ആക്ട് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ പ്രഷർ ഫോഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും വിസ്കസ് ഫോഴ്സ് ഉണ്ടാവാം, ചിലപ്പോൾ ഗ്രാവിറ്റി ഫോഴ്സ് ആയിരിക്കാം. അങ്ങനെ പല ഫോഴ്സസുകളുണ്ട്. അപ്പോൾ ഒരു ഫ്ലൂയിഡ് മൂവ് ചെയ്യുമ്പോൾ ആ മൂവ് ചെയ്യുന്നതിന്റെ പഠനമാണ് ഫ്ലൂയിഡ് കൈനമാറ്റിക്സ്, പ്രൊവൈഡഡ് ആ മൂവ്മെന്റിന് കാരണക്കാരായ ഫോഴ്സിനെ കുറിച്ച് ഞാൻ ബോധേഡേ അല്ല, ഞാൻ അതിനെക്കുറിച്ച് നോക്കുകയില്ല. അപ്പൊ ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്ന് പറയുന്നതോ അവിടെ ഫ്ലൂയിഡിന്റെ മോഷന്റെ പഠനം തന്നെയാണ്, ഓൾസോ വിത്ത് കൺസിഡറേഷൻ ഓഫ് ദി ഫോഴ്സ് ബിഹൈൻഡ് ഇറ്റ്. ആ ഫ്ലൂയിഡ് മൂവ് ചെയ്യാൻ കാരണക്കാരായിട്ടുള്ള ഫോഴ്സ് ആരൊക്കെയാണെന്നും അതിനെയും കൂടെ ഞാൻ അനാലിസിസിൽ കൺസിഡർ ചെയ്യും. ഇതാണ് ഫ്ലൂയിഡ് ഡൈനാമിക്സ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് ആണ് കുറച്ചും കൂടെ എളുപ്പം ദാൻ ഫ്ലൂയിഡ് ഡൈനാമിക്സ്. കാരണം എന്താ? ഇവിടെ ഫോഴ്സിന്റെ ഫാക്ടറും കൂടെ വരും, ഇവിടെ ഫോഴ്സ് വരുന്നില്ല. അപ്പോൾ അനാലിസിസ് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഫ്ലൂയിഡ് കൈനമാറ്റിക്സിൽ നമ്മൾ ഫ്ലൂയിഡ് മോഷൻ്റെ ഡിസ്ക്രിപ്ഷൻസ് ഉണ്ട്, പിന്നെ ടൈപ്സ് ഓഫ് ഫ്ലോ, പിന്നെ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ കാണുന്നുണ്ട്, സ്ട്രീം ലൈൻ, പാത്ത് ലൈൻ ആൻഡ് സ്ട്രീക്ക് ലൈൻസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോൾ എല്ലാ എക്സാമിന് ചോദിക്കുന്ന സാധനമാണ് സ്ട്രീം ലൈൻ, പാത്ത് ലൈൻ, സ്ട്രീക്ക് ലൈൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, പിന്നെ സ്ട്രീം ഫംഗ്ഷൻ ആൻഡ് വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. ഉറപ്പായിട്ട് യൂണിവേഴ്സിറ്റിക്ക് എസ്സേയിൽ വരുന്നൊരു പാർട്ടാണ് സ്ട്രീം ഫംഗ്ഷൻ, വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. പിന്നെ ഫ്ലോനെറ്റ് എന്താണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഫ്ലൂയിഡ് ഡൈനാമിക്സിൽ നമ്മളിത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ, യൂളേഴ്സ് ഇക്വേഷൻ, ബെർണോളീസ് ഇക്വേഷൻ. ഈ ബെർണോളീസ് ഇക്വേഷൻ്റെ ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നതാണ് പിറ്റോട്ട് ട്യൂബ്, ഓറിഫൈസ് മീറ്റർ, വെഞ്ചുറി മീറ്റർ. പിന്നെ ട്രയാങ്കുലർ ആൻഡ് റെക്ടാങ്കുലർ നോച്ചസ് പ്രോബ്ലംസ് നോട്ട് റിക്വയർഡ്. അപ്പോൾ എന്താണ് ഈ നോച്ചസ് എന്നുള്ളത് മനസ്സിലാക്കുക. അതിൽ ട്രയാങ്കിളും റെക്ടാങ്കിളും മാത്രം നോക്കിയാൽ മതി, വേറെയും കുറേ നോച്ചസ് ഉണ്ട്. അതിൻ്റെ ബേസിക് ഒരു ഐഡിയ കിട്ടിയാൽ മതി. അതിൻ്റെ പ്രോബ്ലംസ് ഒന്നും എക്സാമിന് ഉണ്ടാവില്ല എന്ന് സിലബസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ നോച്ചസ് എന്നുള്ളൊരു ബേസിക് ഐഡിയ ഉണ്ടായാൽ മതി ഈ മൊഡ്യൂളിൽ.
ഇനി മൊഡ്യൂൾ 3 എത്തുമ്പോൾ മൊഡ്യൂൾ 3 നമ്മൾ പഠിക്കുന്നത് പൈപ്പ് ഫ്ലോ ആണ്. പൈപ്പ് ഫ്ലോ ആൻഡ് ഡയമെൻഷണൽ അനാലിസിസ് പഠിക്കുന്നുണ്ട്. പിന്നെ അടുത്തൊരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ബൗണ്ടറി ലെയർ തിയറി. ഇങ്ങനെ 3 സബ് കാറ്റഗറീസ് ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ പൈപ്പ് ഫ്ലോ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കലുകാരെ സംബന്ധിച്ചിടത്തോളം പഠിക്കാനുള്ളതാണ് പൈപ്പ് ഫ്ലോ. സിവിലുകാർക്ക് പഠിക്കാനുള്ളത് ഓപ്പൺ ചാനൽ ഫ്ലോ എന്നാണ്. അപ്പോൾ ആദ്യത്തെ ഒരു 2-3 മൊഡ്യൂൾ നമ്മളും അവരും സിമിലർ ആണ്. ലാസ്റ്റ് മൊഡ്യൂൾ നമ്മൾ നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇതിൽ പൈപ്പ് ഫ്ലോ എന്ന് നമ്മൾ പറയുമ്പോൾ പൈപ്പ് കൂടെ ഉള്ള ഫ്ലോ പറഞ്ഞാൽ ഒരു ക്ലോസ് സ്ട്രക്ചർ കൂടെ ഉള്ള ഫ്ലോ ആണ് ഫ്ലൂയിഡിൻ്റെ പൈപ്പ് ഫ്ലോ. അത് മെക്കാനിക്കൽക്കാർക്ക് പഠിക്കാനുള്ളത്. സിവിലുകാർക്ക് പഠിക്കാനുള്ളത് ഓപ്പൺ ചാനൽ ഫ്ലോ. അതായത് 3 സൈഡ് ക്ലോസ്ഡ് ആണ്, ഒരു സൈഡ് അറ്റ്മോസ്ഫിയർക്ക് ഓപ്പൺ ആണ്. ഒരു പുഴ ഒഴുകുന്ന നേരത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കി, പുഴ ഒഴുകുന്ന നേരത്ത് പുഴൻ്റെ മുകൾ ഭാഗം അറ്റ്മോസ്ഫിയർക്ക് ഓപ്പൺ ആണ്, ബാക്കി 3 സൈഡോ എന്താ ക്ലോസ്ഡ് ആണ് അല്ലേ? അപ്പം അങ്ങനത്തെ ടൈപ്പ് ഫ്ലോ ആണ് ഓപ്പൺ ചാനൽ ഫ്ലോ. അവർക്ക് കനാൽ കൂടെ ഉള്ളതും പുഴയിലൂടെ പോകുന്നതും ഇങ്ങനത്തെ ആ ഏരിയകളാണ് അവർക്ക് പഠിക്കാനുള്ളത്, ഓപ്പൺ ചാനൽ ഫ്ലോ. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയ നമുക്ക് പൈപ്പ് കൂടെ ഉള്ള ഫ്ലോ ആണ് മേജറായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ സിവിലുകാർക്ക് ഈ റെക്റ്റാങ്കുലർ ട്രയാങ്കുലർ നോട്ട്സൊക്കെ നമ്മളെക്കാട്ടിലും കൂടുതൽ അവർക്ക് പഠിക്കാണ്ട്, പ്രോബ്ലംസ് ചെയ്യാണ്ടാവും, അതിൻ്റെ ഡെറിവേഷൻ പഠിക്കണം, അങ്ങനെ വേറെയും കുറേ നോച്ചസുകളുണ്ട്, അതൊക്കെ പഠിക്കേണ്ടത്. നമുക്ക് ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ കിട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ പൈപ്പ് ഫ്ലോയിൽ നമുക്ക് പഠിക്കാനുള്ളത് ലാമിനാർ ടർബുലന്റ് ഫ്ലോ, പിന്നെ റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഷിയർ സ്ട്രെസ് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ഇതിൻ്റെ ഡെറിവേഷനും അതുപോലെ രണ്ടിൻ്റെയും ഡെറിവേഷൻ, രണ്ടിൻ്റെയും പ്രോബ്ലംസ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഈ ഒരു ഏരിയയിൽ കുറേ ഇക്വേഷൻസ് വരുന്നുണ്ട്. ഡെറിവേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം, ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം, അവിടുന്ന് വേണമെങ്കിൽ പ്രോബ്ലംസും ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരും. പിന്നെ വരുന്നതാണ് ഹെയ്ഗൻ പോയ്സെല്ലി ഇക്വേഷൻ, അതുപോലെ ഡാർസി വെയ്സ്ബാച്ച് ഇക്വേഷൻ, 2 ഇമ്പോർട്ടൻ്റ് ആണ്. ചെസീസ് ഇക്വേഷൻ ചോദിച്ചു, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മൂഡീസ് ചാർട്ട് ഫോർ എസ്റ്റിമേറ്റിംഗ് ഫ്രിക്ഷണൽ ലോസസ്, മേജർ ആൻഡ് മൈനർ എനർജി ലോസസ്, പിന്നെ നേവിയർ സ്റ്റോക്ക് ഇക്വേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ. ജസ്റ്റ് ഇക്വേഷൻ എക്സ്പ്ലനേഷൻ മതി, അതിൻ്റെ പ്രൂഫ് വേണ്ട. ഇക്വേഷൻ കുറച്ച് വലിയൊരു ഇക്വേഷനാണ്, അതിൻ്റെ പ്രൂഫ് വേണ്ട, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് ഡയമെൻഷണൽ അനാലിസിസ് യൂസിങ് ബക്കിംഗ്ഹാം പൈ തിയറം മെത്തേഡ്. എന്താണെന്നുള്ളത് ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അപ്പോൾ നമ്മളത് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഐഡിയ ഉണ്ടാവും. പിന്നെ ബൗണ്ടറി ലെയർ തിയറി, ബൗണ്ടറി കൂടെ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന നേരത്ത് ബൗണ്ടറിയിൽ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. അത് നമുക്ക് പലപ്പോഴും ആവശ്യം വരും. ഇപ്പോൾ ഈ പ്ലെയിനൊക്കെ പറന്നു പോകുമ്പോൾ അതിൻ്റെ സർഫസിലൂടെ എയർ ടച്ച് ചെയ്ത് പോകുന്ന നേരത്തെ പല അപ്ലിക്കേഷൻസ് കുറച്ച് ശ്രദ്ധ കാര്യങ്ങൾ അവിടെ ചെലുത്താറുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. അപ്പോൾ എക്സാമിന് മൊഡ്യൂൾ 2 നിന്ന് ഈ പാർട്ടിൽ നിന്ന് എന്തായാലും ചോദിക്കും എന്ന് പറയുന്ന പോലെ മൊഡ്യൂൾ 3 നിന്ന് 3 ഹെഡിങ് ആണ്: പൈപ്പ് ഫ്ലോ, ഡയമെൻഷണൽ അനാലിസിസ് ആൻഡ് ബൗണ്ടറി ലെയർ തിയറി. ഈ 3 എവിടുന്ന് വേണമെങ്കിലും ചോദ്യം വരാം. ഓക്കെ, ഇനി ലാസ്റ്റ് മൊഡ്യൂൾ 4, ഇതിൽ മെഷീനറിയാണ് പഠിക്കുക, ഫ്ലൂയിഡ് മെഷീനറി. അപ്പോൾ ഫ്ലൂയിഡ് മെഷീനറി പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ടർബൈനെ കുറിച്ചിട്ട് പഠിക്കുന്നുണ്ട്, അതുപോലെ പമ്പുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ടർബൈനിലും പമ്പുകളും ജെറ്റ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ജെറ്റുകളെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വെള്ളം നേരെ വന്ന് ഇടിക്കണ നേരത്ത് എന്തൊക്കെയാണ് അവിടെ ഫോഴ്സസ് ആക്ട് ചെയ്യണത്, അതിൻ്റെ എഫിഷ്യൻസി എന്താണ്, അങ്ങനെ കുറേ കേസുകളാണ്. സോ ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ്സ്. അപ്പോൾ ഒരു ഫിക്സഡ് വെർട്ടിക്കൽ ആയിട്ടുള്ള പ്ലേറ്റിൽ ടച്ച് ചെയ്യുമ്പോൾ മൂവിങ് വെർട്ടിക്കൽ പ്ലേറ്റിൽ കേർവ്ഡ് ആയിട്ടുള്ള വെയിൻ, ആ കേർവ്ഡ് പ്ലേറ്റ് ഫിക്സഡും ആവാം മൂവിങ് ആവാം, ആ നേരത്ത് അതിലുണ്ടാവുന്ന ചേഞ്ചസ് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ അത് വെലോസിറ്റി ട്രയാങ്കിൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. പിന്നെ ടർബൈൻസും പമ്പിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ടർബൈൻസിൻ്റെ കമ്പാരിസൺ, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, പെൽറ്റൺ, ഫ്രാൻസിസ്, കപ്ലാൻ, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണ്, അതിൻ്റെ ഹെഡ്, വർക്ക് ഡൺ, എഫിഷ്യൻസീസ്, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഈ വെലോസിറ്റി ട്രയാങ്കിൾസ് ഈ ടർബൈനുകൾക്ക് ഉണ്ടാവും. ഓരോ ടർബൈനും വേറെ വേറെ വെലോസിറ്റി ട്രയാങ്കിളാണ്. അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസുകൾ നമുക്ക് അറിഞ്ഞിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്ത മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ മൊഡ്യൂളിൽ തന്നെ അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ പമ്പുകളാണ്. പമ്പിൻ്റെയും നേരത്തെ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പമ്പുകളുണ്ട്. റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിൾ എങ്ങനെയാണ്, വർക്കിംഗ് എങ്ങനെയാണ്, എഫിഷ്യൻസീസ് എങ്ങനെയാണ്, ഇത് 2 സെപ്പറേറ്റ് ടേംസ് ആണ്. പ്രൈമിങ്ങും കാവിറ്റേഷൻ എന്താണെന്നുള്ളത് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. പമ്പുകളുടെ കേസിൽ എന്ത് വേണ്ട, പ്രോബ്ലംസ് റിക്വയർഡ് അല്ല. ഇവിടെയും പ്രോബ്ലംസ് യൂസിങ് വെലോസിറ്റി ട്രയാങ്കിൾ നോട്ട് റിക്വയർഡ് എന്നാണ്.
പക്ഷെ എന്താ പറയുക, ഞാൻ ക്ലാസ്സിൽ ഒരു പ്രോബ്ലമെങ്കിലും ചെയ്യും, ഒന്ന് അറിഞ്ഞിരിക്കണം നല്ലതാ. ഈ KT യൂണിവേഴ്സിറ്റിക്കാരെ നമ്പാൻ പറ്റില്ല, ഇവരില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം അത് കൊണ്ടുപോയി ക്വസ്റ്റ്യൻ പേപ്പറിൽ വരും. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള 1-2 പ്രോബ്ലം ഞാൻ കീപ്പ് ചെയ്യും, നിർബന്ധമില്ല, കാരണം നോട്ട് റിക്വയർഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ റെസിപ്രോക്കേറ്റിംഗ് പമ്പും സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെയും ബേസിക് ആയിട്ടുള്ള അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും അതിൻ്റെ ഹെഡ്, അതിൻ്റെ എഫിഷ്യൻസീസ് എന്താണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണ് ഇത്യാദി കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് പഠിക്കാണ്ട്. റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സ്ലിപ്പ്, നെഗറ്റീവ് സ്ലിപ്പ്, വർക്ക് റിക്വയർഡ് എഫിഷ്യൻസി. ഇത് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ്. അത് ഈ മൊഡ്യൂൾ 4 എന്ന് പറഞ്ഞാൽ ചുരുക്കം പറഞ്ഞാൽ ഇത് ശരിക്കും എന്താ പറയുക, ഇതൊരു സബ്ജക്റ്റ് ആയിരുന്നു മെക്കാനിക്കലുകാരുടെ. ഫ്ലൂയിഡ് മെഷീനറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു. ഈ ടർബൈൻസ് ഒരു മൊഡ്യൂള്, ജെറ്റ്സ് ഒരു മൊഡ്യൂള്, പമ്പ് ഒരു മൊഡ്യൂള്, പിന്നെ 4ാമത്തെ മൊഡ്യൂളായിട്ട് വേറൊരു ടോപ്പിക്കായിരുന്നു വന്നിരുന്നത്. ഇതെല്ലാം കൂടെ അവരൊറ്റ മൊഡ്യൂളാക്കിയേക്കാണ്. എന്നിട്ട് അത് കൊണ്ടുപോയിട്ട് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന മറ്റൊരു സബ്ജക്റ്റിൻ്റെ ഒപ്പം കൂടി ചേർത്തേക്കാണ്. അപ്പം മൊഡ്യൂൾ നമ്പർ 4 കുറച്ച് വലിപ്പം കൂടിയതാണ്. പക്ഷേ ഇതിൽ സിലബസിൽ പറയുന്ന ആ ഒരു സ്ട്രെസ്നെസ്സിൽ നമ്മൾ പോവുള്ളൂ, ഇൻഡെപ്തിൽ എന്തെയില്ല നമ്മൾ പോവില്ല. എക്സാമിന് PSC എക്സാംസിനൊക്കെ ഫ്ലൂയിഡ് മെഷീനറി ഈ ഭാഗത്ത് നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഇന്റേണൽ മാർക്സിൻ്റെ അസസ്മെൻറ്റ് ഞാൻ പറഞ്ഞു. എക്സ്റ്റേണൽ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന, നിങ്ങൾ ഓൾറെഡി S1 S2 പഠിച്ച അതേ കാര്യങ്ങൾ തന്നെ. യൂണിവേഴ്സിറ്റിക്ക് 60 മാർക്കായിരിക്കും. പാർട്ട് എയിൽ ഓരോ മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഈച്ച് ക്വസ്റ്റ്യൻ വിൽ ബി ക്യാരിങ് 3 മാർക്സ്. 4 മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ വെച്ചിട്ട് 8 ക്വസ്റ്റ്യൻ ഉണ്ടാവും. സോ 8 3s are 24. ഇതേപോലെ ഓരോ essay പാർട്ട് ഓരോ മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഓരോ ക്വസ്റ്റ്യൻ്റെയും മാർക്ക് 9 മാർക്സാണ്. അങ്ങനെ 4 മൊഡ്യൂളുകളിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ 36 മാർക്ക് കിട്ടും. രണ്ടും കൂടെ കൂട്ടുമ്പോൾ 60 മാർക്ക് നമുക്ക് കിട്ടും. ആൻഡ് ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ. ഫ്ലൂയിഡ് മെക്കാനിക്സിന് ഒരുപാട് ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. ഇപ്പോൾ ഈ സെഞ്ചലിൻ്റെയും സിംബാലിൻ്റെയും ഈ ടെക്സ്റ്റ് ബുക്ക് സ്റ്റാൻഡേർഡ് ആയ ബുക്കാണ്. ഓക്കെ, നിങ്ങൾ വളരെയധികം റിസർച്ചോ അല്ലെങ്കിൽ വളരെ ഇഷ്ടപ്പെട്ട് പഠിക്കുകയാണ്, കുറച്ചുകൂടെ ഒരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ബുക്ക് ഇതാണ്. അതല്ല, നിങ്ങൾ എക്സാം ഓറിയൻറ്റഡ് തിയറിറ്റിക്കലായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ബുക്കാണ് RK ബെൻസാലിൻ്റെ ടെക്സ്റ്റ് ബുക്ക്. ഈ ഒരു ടെക്സ്റ്റ് ബുക്ക്, ഫ്ലൂയിഡ് മെക്കാനിക്സ് മെഷീനറിൻ്റെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ മേടിച്ചാൽ അത് നഷ്ടമല്ല. അത് കാലാകാലം നിങ്ങൾക്ക് മെക്കാനിക്കൽ ഉപയോഗിക്കാൻ പറ്റുന്ന ടെക്സ്റ്റ് ബുക്കാണ്. ഇപ്പോൾ RK ബെൻസാലിലൊക്കെ ടെക്സ്റ്റ് ബുക്ക് ഇതൊക്കെ ആണെങ്കിലും നല്ല വിലയുണ്ട്. 300 400 500 ഒക്കെ ആയി ഉണ്ടാവും ഇപ്പോൾ ബുക്കിന് വില. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് സെക്കൻഡ് ഹാൻഡ് മേടിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫ്രഷ് ബുക്ക് മേടിക്കുന്നതിനോടാണ് എൻ്റെ യോജിപ്പ്. കാരണം അത് നിങ്ങൾക്ക് പിന്നീടുള്ള കാലത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും, ഹെൽപ്ഫുൾ ആയ ഒരു ബുക്കാണ്. ഓക്കെ, പക്ഷെ ഞാൻ നിർബന്ധിച്ച് നിങ്ങൾ എന്തായാലും മേടിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ എപ്പോഴും ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിക്കുന്നത് അത് വേറെ തന്നെയാണ്. അതിൻ്റെ ക്വാളിറ്റി ഒരു സ്റ്റുഡൻറ്റ് ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിക്കുകയാണെങ്കിൽ അത് ക്വാളിറ്റി വേറെ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, പിന്നെ നിങ്ങളുടെ ലൈബ്രറി, കോളേജ് ലൈബ്രറിയിൽ പോയാൽ RK ബെൻസാലിൻ്റെ ബുക്ക് ഒരുപാട് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി നോക്കാം, അങ്ങനെ റെഫർ ചെയ്യാം. പിന്നെ സെഞ്ചലിൻ്റെ ബുക്ക് ഉണ്ടാവും, സോമിൻ്റെ ഉണ്ടാവും, പക്ഷെ അതിൻ്റെ കൗണ്ട് ചിലപ്പോൾ കുറവായിരിക്കും. കാരണം പൊതുവേ സ്റ്റുഡൻസ് ആരും ഇതിന്മേൽ പിടിക്കാറില്ല. ചില നമ്മൾ പഠിക്കണ കാലത്ത് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ജയിച്ചു പോകാന്നുള്ള ഉദ്ദേശം മാത്രമേ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ബെൻസാലോ അല്ലെങ്കിൽ അതിലും ചെറിയ ടെക്സ്റ്റ് ബുക്കുകൾ നോക്കുന്നുണ്ടാവും. കുറഞ്ഞത് ബെൻസാലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യമേ റെഫർ ചെയ്തിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ ഒരു ഇൻട്രോ വീഡിയോ എന്നുള്ള അർത്ഥത്തിൽ പറയാനുള്ളത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സും ഓരോ പോയിന്റ് എക്സ്പ്ലനേഷനും ഒക്കെ നമ്മൾ വഴിയെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇൻട്രോ വീഡിയോ ഇവിടെ നമുക്ക് തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ നമുക്ക് മൊഡ്യൂൾ 1ൻ്റെ പാർട്ട് 1 വീഡിയോയിൽ വെച്ചിട്ട് കാണാം. താങ്ക് യു ഗൈസ്.